അടിയന്തരാവസ്ഥയിലെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകാനും ആവശ്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, മൂന്നാർ ട്രിബ്യൂണൽ രൂപീകരിച്ചതുപോലെ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ട്രിബ്യൂണൽ അടിയന്തരാവസ്ഥ കാലത്തെ മനുഷ്യാവകാശ ദംശനത്തിനെതിരെ ഗവൺമെന്റിന് ആവശ്യമെന്ന് തോന്നിയാൽ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അതിനുവേണ്ട എല്ലാവിധ പ്രക്ഷോഭ പരിപാടികളും ആക്ഷൻ കൗൺസിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ രാജന്റെ മരണം കക്കയം ക്യാമ്പിൽ വെച്ച് സ്ഥിരീകരിക്കുവാൻ വേണ്ടി ജയറാം മെഡിക്കലിന്റെ നേതൃത്വത്തിൽ വിളിച്ചു വരുത്തപ്പെട്ട ഡോക്ടർ വിശാലാക്ഷ മേനോൻ എന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കേസിൽ വളരെ നിർണായകമായ തെളിവുകൾ തരാൻ സാധിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ രാജന്റെ പിതാവ് ശ്രീശ്വരവാരെ അദ്ദേഹം നടത്തിയ കേസിൽ ഈ വിശാലാക്ഷ മേനോനെയോ അതുപോലെയുള്ള പോലീസുകാരെയോ സാക്ഷികളാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പകരം പ്രധാന പ്രതികളായി തീരേണ്ട വ്യക്തികളാണ് കേസിൽ സാക്ഷിയായി തീർന്നിട്ടുള്ളത്. ഇതൊരു അപൂർവ പ്രതിഭാസമാണ്. പ്രതിയായി തീരേണ്ടവർ സാക്ഷികളായി മാറുന്ന കാഴ്ചയാണ് രാജൻ കേസിൽ നമുക്ക് പിന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അതായത് സംസ്ഥാനം അന്ന് കേസ് ചാർജ് ചെയ്തപ്പോൾ തന്നെ, പ്രോസിക്യൂഷൻ കേസുമായി മുന്നോട്ട് പോയപ്പോൾ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ഒരു പിടിച്ച ശ്രമത്തിന്റെ ഭാഗമായി അന്ന് പ്രതികളായി തീരേണ്ടവരെ സാക്ഷികളാക്കിയ ഒരു പ്രത്യേക പ്രതിഭാസമാണ് രാജൻ കേസിൽ നമ്മൾ കാണുക. അന്നത്തെ സാക്ഷികൾ പ്രതികളാവാതെ ഇപ്പോഴും സമൂഹത്തിൽ വിലസി നടക്കുകയാണ്. അവരെ പ്രതികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു പുനരന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ തരുവാൻ പലരും മുന്നോട്ട് വരും. അത്തരൊരു സാഹചര്യത്തിൽ നിർണായക തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ മീഡിയക്ക് വളരെ ബൃഹത്തായ പങ്ക് വഹിക്കാറുണ്ട്. ഈ അന്വേഷണം, രാജൻ കേസിന്റെ പുനരന്വേഷണം, പുനർവിചാരണയും ഒരു പുനരന്വേഷണം ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് നടത്തിപ്പിക്കാം. കാരണം പോലീസുകാർ പ്രതികളായി വരുന്ന കേസായതുകൊണ്ട് പോലീസ് തന്നെ കേസ് അന്വേഷണം നടത്തുന്നത് അഭിലഷണീയമല്ല. ആയതിനാൽ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷണം തുടരണമെന്നും പുനർവിചാരണ നടത്തണമെന്നുമാണ് ആക്ഷൻ കൗൺസിൽ പ്രധാനമായി ആവശ്യപ്പെടുന്നത്. രാജൻ കേസിൽ കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുനരന്വേഷണം നടത്തണമെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അനിവാര്യമാണ്. കുറച്ചൊക്കെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തന്നെ അത്തരം വെളിപ്പെടുത്തലുകൾക്ക് പ്രോത്സാഹനം നൽകണം. ഗവൺമെന്റിന് ചെയ്യാവുന്നതോ നിയമപരമായ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഈ കേസിൽ നിർണായക തെളിവുകൾ തരാൻ പ്രാപ്തരായ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്നാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. ശ്രീ കാനങ്ങോട്ട് രാജനുമായി ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കേസിൽ അദ്ദേഹത്തിന്റെ തെളിവുകൾ പര്യാപ്തമായ രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അന്ന് അദ്ദേഹം കൊടുത്ത മൊഴികൾ പലതും കേസിൽ വേണ്ടവണ്ണം രേഖപ്പെടുത്താതെ മറ്റൊരു രീതിയിലാണ് രേഖപ്പെടുത്തിയതെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്ക് പുനരന്വേഷണമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അന്ന് നടത്തിയ കേസിന്റെ അകത്ത് പലവിധ ഡെഫക്ട് ടാക്ടിക്സുകളും അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് വലിയ വലിയ കളികൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. അതും അന്ന് നടത്തിയ കേസിന്റെ നടത്തിപ്പിനെക്കുറിച്ചും ഒരു അന്വേഷണം അനിവാര്യമാണ്. അങ്ങനെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അന്നത്തെ കേസ് നടത്തിപ്പിന്റെ അപാകതകൾ ജനങ്ങളുടെ മുന്നിൽ വരച്ചു കാണിക്കപ്പെടും. രാജൻ കേസിൽ അന്ന് കൊടുത്ത കള്ളസത്യവാങ്മൂലം കേസ് കേട്ടുകൊണ്ടിരുന്ന മജിസ്ട്രേറ്റിനെ പിന്നീട് PSC മെമ്പർ സ്ഥാനം നൽകിയത് ഈ അന്വേഷണത്തിന്റെ കേസിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അന്ന് കേസ് കേട്ടുകൊണ്ടിരുന്ന മജിസ്ട്രേറ്റിന്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കള്ളസത്യവാങ്മൂലം കൊടുത്തു എന്ന പ്രത്യേക കേസ് എറണാകുളം കോടതിയിൽ വന്നപ്പോൾ അന്ന് കേസ് കേട്ടുകൊണ്ടിരുന്ന മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിന് പാരിതോഷികം എന്നവണ്ണം പിന്നീട് PSC മെമ്പർ സ്ഥാനം കൊടുക്കുകയും അങ്ങനെ PSC മെമ്പർ സ്ഥാനം കൊടുത്തതിൽ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുകയും എന്നാൽ കള്ളസത്യവാങ്മൂലം കൊടുത്തവരെ ആരെയും ശിക്ഷിക്കാതെ കേസ് തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. ഈ തള്ളിപ്പോയ കേസിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് അപ്പീൽ കൊടുത്തിട്ടില്ല. അത് ദ്രോഹമാണ്. തൊട്ടതിനും പിടിച്ചതിനും അപ്പീലുമായി പോകുന്ന ഗവൺമെന്റ്, ഇന്നത്തെ ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഞാൻ ഇതിന്റെ സതുദ്ദേശപരമായ നിലയിലാണ്. നിങ്ങൾക്കറിയാം, തൊട്ടതിനും പിടിച്ചതിനും അപ്പീലുമായി പോകുന്ന ഗവൺമെന്റ്
രാജൻ കേസിലുണ്ടായ കള്ളസത്യവാങ്മൂലത്തിന്റെ കേസിൽ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടാതെ പുറത്തു വന്നപ്പോൾ അപ്പീൽ പോകാൻ തയ്യാറായില്ല. ഇത് ദുരൂഹമാണ്. ഈ കാര്യവും രാജൻ കേസിന്റെ പുനരന്വേഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന സംഗതിയാണ്. പ്രധാനമായും പുനരന്വേഷണ കൗൺസിൽ ആവശ്യപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിനെതിരായ എല്ലാവർക്കും നിയമ വൈദ്യസഹായവും മറ്റു സഹായങ്ങളും ഈ ഗവൺമെന്റ് എത്തിച്ചു കൊടുക്കുകയും അവരുടെ കേസുകൾ പ്രത്യേകമായി കേൾക്കുവാനും മനുഷ്യാവകാശ ധ്വംസനം നടന്ന കാര്യത്തിൽ മതിയായ നഷ്ടപരിഹാരം കൊടുക്കാനും തയ്യാറാകണം. അടിയന്തരാവസ്ഥ കാലത്തെ എല്ലാ പോലീസ് മർദ്ദന കേസുകളും പുനരന്വേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. രാജൻ കേസിന് സമാനമായി മറ്റ് നിരവധി കേസുകളുണ്ട്. ഇവർക്ക് വൈകിയാണെങ്കിലും നിയമപരിരക്ഷയും നഷ്ടപരിഹാരവും നൽകണം. അതുപോലെ തന്നെ രാജന്റെ ശവശരീരം എന്ത് ചെയ്തു എന്ന സത്യം അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ ചാർജ് ഷീറ്റിൽ കാണിക്കാതിരുന്നതും ശവം നശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്താതിരുന്നതും ഇനിയും പുനരന്വേഷണത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഇതും പുനരന്വേഷണത്തിൽ ഉൾപ്പെടുത്താം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ കാലഘട്ടത്തിന്റെ ആവശ്യമുള്ള ഒരു കേസും നമ്മളൊക്കെ മനഃപൂർവ്വം വിസ്മരിക്കാൻ ബദ്ധത കാട്ടുന്ന തിടുക്കം കാട്ടുന്ന ഒരു കേസുമാണ്. രാജൻ കേസ് തുടർന്നു വന്നിട്ടുള്ള എല്ലാ ഭരണകർത്താക്കൾക്കും ഒരു തലവേദനയാണ്. നമുക്കറിയാം, ഭരണകർത്താക്കൾ മിക്കപ്പോഴും ഈ കേസ് പുനരന്വേഷിക്കാൻ വേണ്ട നടപടിയെടുക്കാൻ വിമുഖരായിരിക്കും. എങ്കിലും ഫോർത്ത് എസ്റ്റേറ്റ് എന്ന സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഈ കേസ് ലൈവായി കൊണ്ടുവരാൻ നിയമവിദഗ്ധരും മറ്റ് സാമൂഹിക പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാനും ഉള്ള വേദി ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. അടുത്ത കാര്യങ്ങൾ എന്റെ സുഹൃത്തുക്കൾ തുറന്നു പറയും. മറ്റൊരു വ്യത്യസ്തമായ ഉൾപ്പെടുത്തൽ അടുത്ത കാലത്തുള്ളത് ഇതിൽ ഏറ്റവും ആരോപണവിധേയനായ ഭരണാധികാരി നമ്മുടെ ബഹുമാനിയായ ശ്രീ കെ കരുണാകരൻ മരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് അമൃത TV ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇതിലെ നാം കൊലയാളികളായപ്പോൾ വിശ്വസിക്കുന്ന ലക്ഷ്മണയും പുലിക്കോടൻ നാരായണനും ജയറാം പഠിക്കലുമെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഇതിന്റെ ഉള്ളറ രഹസ്യങ്ങൾ മറച്ചുവെച്ചു, ഞാനിത് അറിഞ്ഞിട്ടില്ല, എന്നിൽ നിന്ന് അവർ എല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു, എന്നെ അവർ വഞ്ചിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോഴത്തെ ഈ പുനരന്വേഷണ ആവശ്യ സാഹചര്യത്തിൽ പ്രസക്തമാണ്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കുകയും മാത്രവുമല്ല, എന്നെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരും രാജന്റെ സ്മരണ ഉയർത്താൻ ഒരു കാലഘട്ടത്തിൽ 1980കളുടെ അടക്കം ഒടുവിൽ ഏറ്റവും ശക്തമായി കൈകാര്യം ചെയ്ത ഒരു കേഡർ, അന്നത്തെ ഒരു രാജൻ സ്മരണയുടെ ഭാഗത്തു നിന്നൊരു കേഡർ എന്ന നിലയിൽ എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളത് ശ്രീ കെ കരുണാകരൻ നിങ്ങളൊരു വൈരുദ്ധ്യമായി ദർശിക്കുന്നത്, ഞാൻ ഒരേ സമയം കരുണാകരനെയും രാജനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്റെ ഒരു ചിന്തയുടെയും തിരിച്ചറിവിന്റെയും ഭാഗമാണ്. നമുക്കൊന്നില്ലാത്ത കെ കരുണാകരന്റെ ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന ശാപം കണ്ണൂരിൽ ഒരുപക്ഷെ നാം ഇപ്പോഴും വേദനയോട് ഓർമ്മിക്കുന്ന ഈശ്വരവാര്യർ എന്ന ആ പ്രിയപ്പെട്ട രാജന്റെ അച്ഛൻ്റെതാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നും മുരളിയെയും പത്മജയെയും വേട്ടയാടുന്നത് ഈശ്വരവാര്യരുടെ കണ്ണീരും ശാപവുമാണോ? രാജന്റെ മരിച്ചുപോയ മാനസിക രോഗിയായി നമ്മുടെ മുന്നിൽ വിവശയായി മരിച്ചുപോയ മാതാവിന്റെ ഒരിക്കലും അടങ്ങാത്ത ആ മകനെ കാത്തുള്ള വേദനയും അന്വേഷണവുമാണോ? രാജന്റെ നഷ്ടപ്പെട്ട സഹോദരനെ കുറിച്ചുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന രാജന്റെ പെങ്ങളുടെ വിലാപമാണോ? ഇതൊക്കെ ബന്ധപ്പെട്ടവർ ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവേശനത്തിനായി വരുന്ന ശ്രീ കെ മുരളീധരനും നിലവിൽ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പത്മജയും ഇക്കാര്യത്തിൽ പശ്ചാത്താപ വിവശരായി രാജന്റെ കുടുംബത്തിൽ സന്ദർശനം നടത്തി അവരെ സമാശ്വസിപ്പിക്കണമെന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ എന്നെപ്പോലുള്ള ഒരു സാമൂഹ്യ ബോധത്തോടുകൂടി ഇക്കാര്യത്തെ സമീപിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊന്ന്, ശ്രീ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ, നിങ്ങൾക്കറിയാം, എല്ലാ രക്തസാക്ഷിത്വങ്ങളും വിറ്റാണ് ഓരോ കാലയളവിലും അധികാരത്തിലെത്തിയിട്ടുള്ളത്. അധികാരത്തിന്റെ അക്കൗണ്ടിൽ എന്നും
ഇടതുപക്ഷത്തിന് കൂട്ടായി രക്തസാക്ഷിത്വങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒട്ടേറെ രക്തസാക്ഷിത്വങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും നമ്മുടെ തന്നെ സമീപകാല ചരിത്രത്തിലുമെല്ലാം രക്തസാക്ഷിത്വത്തെ വിറ്റ് ഓട്ടാക്കിയ ഇതുണ്ട്. രാജനെ, വിജയനെ, സഖിയെ, കണ്ണനെ എന്ന മുദ്രാവാക്യം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭരണകൂട ഭീകരതയ്ക്കെതിരായി കേരളത്തിൽ അലറി വിളിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ മുന്നേറ്റം നടത്തിയതെന്നത് നാം ആരും വിസ്മരിക്കരുത്. അതുകൊണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെ ഈ കാര്യം ശരിയായി മുന്നോട്ട് നീക്കാൻ ഉള്ള ചരിത്രപരവും സാമൂഹികവും ആയിട്ടുള്ള ഉത്തരവാദിത്വം, മാനുഷികമായിട്ടുള്ള അത്തരത്തിലൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് എന്നെപ്പോലുള്ളവർ വിശ്വസിക്കുന്നത്. ശ്രീ വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കോ ഈ ഗതികേട് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഈ ഭരണാധികാരികൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതലൊക്കെ സൃഷ്ടിച്ച മുത്തൂറ്റ് പോളം ജോർജ് വധക്കേസിലെ പോളം ജോർജിന്റെ കുടുംബത്തിന് കിട്ടിയ നീതി പോലും ഏറ്റവും കേരളത്തിൽ സാത്വികമായി ജീവിച്ച ഒരു കുടുംബത്തിന്റെ ഈശ്വരവാര്യരെ പോലുള്ള സാത്വികമായ ജീവിതം നയിച്ച നമ്മുടെ മുന്നിൽ ധാർമ്മികമായി ഇപ്പോഴും പ്രശോഭിക്കുന്ന ആ ഒരു അച്ഛന്റെ വിളങ്ങുന്ന മുഖമുള്ള ആ ഈശ്വരവാര്യരുടെ കുടുംബത്തിന്, മുത്തൂറ്റ് കുടുംബത്തിന് കിട്ടിയ നീതി പോലും, ആ സമാശ്വസിപ്പിക്കൽ പോലും, ആ സാമൂഹ്യ പിന്തുണ പോലും കിട്ടിയില്ല എന്നുള്ളത് കേരള സമൂഹത്തിന്റെ ഒരു വഞ്ചനയുടെ, നമ്മുടെ തന്നെ ആത്മവഞ്ചനയുടെ ഒരു ഭാഗമാണ് എന്ന്, നമ്മുടെ തന്നെ ഒരു കാപട്യത്തിന്റെ, ഒരു പൊളിറ്റിക്കൽ ഹിപ്പോക്രസിയുടെ, ഒരു എന്താ പറയുക, റൂളിംഗ് ഹിപ്പോക്രസിയുടെ ഭാഗമാണ് എന്ന് എന്നെപ്പോലുള്ള കേരള സമൂഹത്തിന് എതിരെ തന്നെ ഒരു ആരോപണമായി വയ്ക്കുകയാണ്. ഈ രാജൻ കേസ് നടത്തിപ്പിൽ വലിയ രീതിയിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. ആ കേസിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതിലെ വിറ്റ്നസിനെ നിർണയിച്ചത് മുതൽ കേസിൽ സംസ്ഥാന ഗവൺമെന്റ് നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർമാരുമായി വരെ യഥാവണ്ണം കേസ് നടത്താതെയാണ് ആ കേസ് തീറ്റി പോകാനുണ്ടായ സാഹചര്യം. ഇത് അന്വേഷണത്തിന്റെ പരിധിയിൽ പ്രധാനമായി ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ആക്ഷൻ കൗൺസിൽ ഈ കേസുമായി ബന്ധപ്പെട്ടവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നിർണായക വെളിപ്പെടുത്തലുകൾ കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം ഞങ്ങൾ വീണ്ടും ഇതുപോലെ പ്രസ് കോൺഫറൻസ് വിളിച്ചു വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു.